എന്താ ഇത്? അതെല്ലാം അകത്ത് പോയി സംസാരിക്കാം വാ. എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞാ മതി. ഐഷു, പ്രണയിക്കുമ്പോൾ സംശയം മാത്രം വരാൻ പാടില്ല. തമ്മിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. മറിച്ച് സംശയം തോന്നിയാലുണ്ടല്ലോ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കില്ല. അവരവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എഴുതിയതായിരിക്കും. ഇന്ന് ഈ നടിയെക്കുറിച്ചായിരിക്കും എഴുതിയത്. നാളെ വേറെ നടിയെ ഞാൻ ട്രെയിൻ ചെയ്താൽ അവരെക്കുറിച്ചും ചിലപ്പോൾ എഴുതിയെന്നിരിക്കാം. ഇതെല്ലാം ഇങ്ങനെ വലുതാക്കാൻ നോക്കിയാ ആരൊക്കെ എന്ത് വേണമെങ്കിൽ എഴുതിക്കോട്ടെ. നീ ഒരു ജിം കോച്ചാണോ? ആ അതെ, ഞാൻ കോച്ചാണ്. എന്താ? ഏയ് നീ ദേഷ്യപ്പെട്ട് എങ്ങോട്ടാ ഐശ്വര്യ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നീ എന്നെ മനഃപൂർവ്വം ചതിച്ചതാണ്. ബ്ലഡി ചീറ്റ്. ഏയ് ഞാനോ? മാറി നിൽക്ക്. മതി അഭിനയിച്ചത്. ഏയ് ഐശ്വര്യ എന്താ പറയുന്നേ? ഞാൻ ചതിച്ചത്? അതെ, എന്താ സംശയം? എന്നെ കണ്ടത്, സംസാരിച്ചത്, സ്നേഹിച്ചത് എല്ലാം അഭിനയം തന്നെയാ. ഇല്ലെങ്കിൽ ഒരു സാധാരണ ജിമ്മിൽ ജോലി ചെയ്യുന്ന നീ എന്തിനാ എന്റെ മുന്നിൽ വലിയ റിച്ച് പോലെ അഭിനയിച്ചത്? ഞാനിപ്പോ ഇതൊക്കെ എനിക്കെല്ലാം അറിയാം. വെറും ഒരു ജിം കോച്ചാ നീ. എന്നിട്ട് ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്, ബെൻസ് കാർ, ബോട്ട് ക്ലബില് വീടും. എന്തിനാ ഇതൊക്കെ? പണക്കാരനെ പോലെ അഭിനയിച്ച് നീ എന്നെ ചതിക്കായിരുന്നില്ലേ? You bloody fraud. ഐശ്വര്യ, ഞാനെന്തിനാ നിന്നെ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്നേ? സിനിമാ നടൻ ആരിക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാ ഞാനൊന്ന് ഫ്ലൈറ്റിൽ പോകാനായിട്ട് ഇടയായത്. ടിക്കറ്റ് ആരി സാർ തന്നെയാണ് തന്നത്. പിന്നെ ആ ബെൻസ് കാർ അത് VTV ഗണേശേട്ടന്റെയാണ്. നീ ഇപ്പൊ പറഞ്ഞില്ലേ ആ ബംഗ്ലാവിനെ കുറിച്ച്? അതെന്റെ ക്ലയന്റിന്റെ വീടാണ്. അപ്പൊ ഈ കണ്ടതൊന്നും നിന്റേതല്ലേ കാർത്തിക്? എന്റെ അല്ല. ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? നിനക്കും എനിക്കും ഇനി സെറ്റ് ആകില്ല. നമ്മൾ തമ്മിൽ ഒന്നുമില്ല. ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ SMS അയക്കുന്നത്, ഫോൺ ചെയ്യുന്നത്, ഇതൊന്നും നീ ചെയ്യരുത്. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? ഐശ്വര്യ, നീ എന്തിന്? സോറി ഐശ്വര്യ, ആദ്യമായിട്ട് വെള്ളം അടിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്ന് എന്തൊക്കെയോ വിളിച്ചു. അല്ല ഐശ്വര്യ, എനിക്ക് കുറച്ച് സമയം താ. ഞാൻ തനിയൊരു ജിംനേഷ്യം തുടങ്ങാൻ പോവാ. 4-5 വർഷം കൊണ്ട് നല്ലൊരു ലെവലിൽ എത്തുന്നേ. കാർത്തിക് പ്ലീസ്, നിന്റെ ലൈഫ് സ്റ്റൈലും എന്റെ ലൈഫ് സ്റ്റൈലും വെവ്വേറെയാണ്. ഉറപ്പായിട്ടും നമ്മൾ തമ്മിൽ ശരിയാവില്ല. അതൊന്ന് മനസ്സിലാക്ക്. സ്ഥലം വിട്. എന്ത് ലൈഫ് സ്റ്റൈല്? നിന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയോളാം. എന്നെ ഒന്ന് വിശ്വസിക്കുക. കാർത്തിക് പ്ലീസ്, ഒന്ന് നീ പോ. ഐശു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഐശ്വര്യ. ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒന്ന് നിർത്താമോ? എന്താ നിനക്ക് മനസ്സിലാവാത്ത? ഐശു, ഇനി ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല. പറയണ്ട. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഇനി ഞാൻ ഒന്ന് ചെയ്യാം. നീ നാളെ രാവിലെ വാ, ഞാൻ നിന്റെ കൂടെ വരാം. ഒരു ദിവസം മുഴുവനും നീ എന്നെ എങ്ങനെ നോക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഡിസൈഡ് ചെയ്യാം. ഇപ്പൊ പോ നോക്കാം. ഒരു ദിവസോ? ഞാൻ നന്നായി നോക്കും. താങ്ക്സ് ഐശ്വര്യ. നാളെ തന്നെ ഉണ്ടാവില്ല അല്ലേ? ഞാൻ നോക്കട്ടെ. ഇപ്പൊ പോവാൻ. ഐഷു, കാർത്തിക് പാവല്ലേ? അവന് നീ പറഞ്ഞ് മനസ്സിലാക്കി വിടേണ്ടതല്ലായിരുന്നു. അവനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നാളെ വരട്ടെ, ഞാൻ തന്നെ മനസ്സിലാക്കി കൊടുക്കാം. കള. പറയ ഐശ്വര്യ. എവിടെയാ നീ? ഓൺ ദ വേയിലാ, വന്നോണ്ടിരിക്കുക. എന്തിലാ വരുന്നേ? ബൈക്കിലാ വരുന്നേ. എനിക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. എനിക്ക് പനി തരാൻ വേണ്ടി കൊണ്ടു നടന്നില്ലേ ബെൻസ് കാർ, അത് കൊണ്ടുവന്നാ മതി. അയ്യോ ഐശ്വര്യ, അത് ഗണേശ് ചേട്ടന്റെ വണ്ടിയല്ലേ? ചേട്ടനിപ്പോ ഷൂട്ടിങ്ങിലാ ഉള്ളത്. ഓക്കെ, എന്നാ വേണ്ട. അല്ല ഐശ്വര്യ, ഞാൻ സർ, അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ക്ലൈമാക്സിന്റെ ഒരു ലീഡ് സീനാ അത്. ഒരു ഓടി 116 കാർ സ്പീഡിൽ അങ്ങോട്ട് വരുമ്പോ പെട്ടെന്ന് ഹീറോ ഡൈവ് ചെയ്ത് എൻട്രി ആയിട്ട് തിരിഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോ, ചേട്ടാ വണ്ടിയുടെ താക്കോലൊന്ന് വേണം.
ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നീ ആ പെണ്ണിന്റെ വീട്ടിൽ പോയി ബഹളം വെച്ചല്ലേ? നിന്നോട് കുറച്ച് സംസാരിക്കണം. നീ അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. ഐഡിയ തന്ന ചേട്ടനല്ലേ? കാറിന്റെ താക്കോലിങ് തന്നെ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം സാർ. കാർ ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, കോൾ ടാക്സി പിടിച്ചു പോ. ചെല്ല്. നിങ്ങളുടെ ഈ പടം ഓടില്ല. എന്താ നിങ്ങൾ പറഞ്ഞേ? അയ്യോ, അങ്ങനെ പറയരുത് സാർ. അവിടെ ഇരിക്കും സാർ. ഓടുവല്ല സാർ, പ്രേമകഥയല്ലേ എടുക്കുന്നേ. അതിന് സപ്പോർട്ട് ചെയ്തില്ല എങ്ങനെ ഓടുന്ന? എത്രയും സ്ഥലം കാലിയാക്കും. പോ. ഇല്ല സാർ, നല്ല സ്റ്റോറിയാ സാർ ഇത്. ചേട്ടന്റെ ഇവിടെ സൂപ്പർ ഹിറ്റാ സാറേ. ഇത് പൊളിക്കും. അതെ, അടുത്ത പ്രിയദർശൻ നിങ്ങളാ. പറഞ്ഞു വന്നത് ക്യാമറ ട്രോളിയിലൂടെ ബാക്കിലോട്ട് ഇങ്ങനെ വരും. ഐഷു, ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടേ. ആ വരാം. ഒടുങ്ങുന്ന ലക്ഷണമില്ലല്ലോ. ഇവനിട്ടൊരു പണി കൊടുക്കണം. ടെൻഷൻ ഉണ്ടല്ലേ? ഇപ്പൊ നോക്കാം. ഏയ്, ഇതെന്തായി ചെയ്യുന്നേ? നിന്റെ തലയ്ക്കെന്താ വട്ട? സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്ന ഏത് ചെറുക്കനെങ്കിലും ലവർ ഇതുപോലെ ഡ്രസ് ചെയ്യുന്നത് ഇഷ്ടമാവോ? ഇപ്പൊ നോക്കിയോ, ഞാൻ താഴെ പോവും, ഡ്രസ്സിനെ കുറിച്ച് അവൻ എന്തെങ്കിലും പറയും, അവിടെ തന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് വരാം. ഓ പോവാമോ? ഏയ്, എന്താ ഇത്? ഇതെന്തൊരു ഡ്രസ്സാ? ഇപ്പൊ തന്നെ എന്റെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയോ? ഞാനിങ്ങനെ ഡ്രസ് ചെയ്യൂ. ആ നിനക്ക് ഇഷ്ടമായില്ലല്ലോ. ഐ നോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ നമ്മൾ തമ്മിൽ ശരിയാവില്ല എന്ന്. നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. നിക്ക്. സൂപ്പർ ആയിട്ടുണ്ട്. വാ. ഐഷു, എങ്ങോട്ടാ പോണ്ടേ? നിനക്ക് എന്റെ ഡ്രസ് ഇഷ്ടമായില്ലല്ലോ. ഷോപ്പ് സ്റ്റോപ്പോ പോ. The shades, the clothes, I've lost them all. The money, the power, the respect, I've lost them all. ഐഷു, ഇതൊക്കെ നോക്ക്. ഇതിലേതിട്ടാലും നിനക്ക് നന്നായിട്ട് ചേരും. അങ്ങനെയാണോ? ആ, വാ. ഈ ഡ്രസ് കൊള്ളാമോ? പാക്ക് ദിസ്. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? പാക്ക് ദിസ് ടു. ഇതോ? ഇത് അത്രയും നന്നായിട്ട്. വളരെ നന്നായിട്ടുണ്ട്. പാക്ക് ദിസ്. ഞാൻ ട്രയൽ നോക്കട്ടെ. നീ ഇതിനൊക്കെ പേ ചെയ്. എല്ലാം കൂടി ബിൽ ചെയ്തേക്ക്. ഓൾ ഓഫ് ദിസ്. ബിൽ പേ ചെയ്തോ? തരാടാ നിനക്ക് അടുത്ത പണി. എക്സ്ക്യൂസ് മീ, ഇതിലേതാണ് എക്സ്പെൻസീവ് പെർഫ്യൂം? ഈ പെർഫ്യൂം എടുത്തു മാഡം. 7,000. ഗുഡ്. One second. Perfume, makeup kit and sandals. ഇതെല്ലാം വേണോന്നോ? എന്താ വാങ്ങി തരില്ലേ എനിക്ക്? അല്ല, അങ്ങനെ- നിനക്കെന്നെ വേണമല്ലോ. വേണം. എന്നാ വേഗം പേ ചെയ്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വേഗം വേണം. ഓക്കെ.